കായലോട് ആൾക്കൂട്ടാക്രമണത്തിൽ 5 പേർക്കെതിരെ കേസെടുത്തു. യുവതിയുടെ സുഹൃത്ത് റഹീസിന്റെ പരാതിയിലാണ് പിണറായി പോലീസ് കേസെടുത്തത്. യുവതിയുമായി കാറിൽ സംസാരിച്ചിരിക്കെ പിടിച്ചിറക്കി മർദ്ദിച്ചുവെന്നും ഫോട്ടോ പരസ്യപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും എഫ്ഐആർ. ഫെലിക്സ് വിശദവിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഫെലിക്സ്, ഈ 5 പേർക്കെതിരെ എന്തൊക്കെ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്? ആരൊക്കെയാണ് ഈ 5 പേർ? പക്ഷേ SDPI പ്രവർത്തകർ വളരെ ശക്തമായി ഇതിനെ എതിർക്കുകയും പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും ഇതിൽ കൂടുതൽ കേസുകൾ ഈ പ്രതികൾക്കെതിരെ ഉണ്ടാവുന്നു എന്നതാണ്. അതായത് ആൾക്കൂട്ട വിചാരണയിൽ പങ്കെടുത്തവർക്കെതിരെ കേസുകൾ ഉണ്ടാവുന്നു. 5 പേർക്കെതിരെയാണ് ഏറ്റവും ഒടുവിൽ കേസെടുത്തിട്ടുള്ളത്. അതിലൊരാൾ രതീഷ് പെരിക്കണ്ടി, മറ്റൊരാൾ മുബഷീർ, 3-ാം പ്രതി ഫൈസൽ, 4-ാം പ്രതി റഫ്നാസ്, സുനീർ, സക്കറിയ തുടങ്ങിയവർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് ഈ യുവാവ് നൽകിയ മൊഴിയാണ് ഏറ്റവും നിർണായകമായത്. അതായത് തന്നെ കാറിൽ ഇരിക്കുകയായിരുന്നു, തന്നെ ഈ സംഘം വന്ന് പിടിച്ച് വലിച്ച് പുറത്തേക്ക് ഇറക്കി മർദ്ദിച്ചു. ഒപ്പം തന്നെ തൻ്റെ പക്കലുണ്ടായിരുന്ന ഫോൺ അടക്കം ഇവർ പിടിച്ചു വെച്ചു തുടങ്ങിയവയാണ് മൊഴിയായി നൽകിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ആൾക്കൂട്ട മർദ്ദനമടക്കം ഉള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് പോലീസ് ഇപ്പോൾ കൂടുതൽ വകുപ്പുകൾ ചുമത്തി കേസെടുത്തത്. നേരത്തെ 3 പ്രതികൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ചുമത്തിയത്. ആ കുറ്റം ചുമത്തിയ പ്രതികൾ പിന്നീട് അറസ്റ്റിലാകുകയും ചെയ്തു. ഏതായാലും അതിനുശേഷമാണ് ആ 3 പ്രതികൾക്കെതിരെയും മറ്റ് 2 പേരടക്കം അങ്ങനെ മൊത്തം 5 പേർക്കെതിരെ ഇപ്പോൾ 5 പേർക്കെതിരെയാണ് ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേസെടുത്തിട്ടുള്ളത്.